ഉറ്റ സുഹൃത്തുക്കളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണിത്. പണത്തിനും സ്വർണത്തിനും വേണ്ടി കൊലപ്പെടുത്താൻ പോലും മടിക്കാത്തവരുണ്ട് ഇവിടെ. കൊച്ചി മുനമ്പത്ത് യുവാവിനെ തലക്കിടിച്ച് കൊലപ്പെടുത്തിയത് സുഹൃത്താണ്. പള്ളിപ്പുറം സ്വദേശി സനീഷാണ് കവർച്ചയ്ക്കിടെ കൊലപാതകം നടത്തിയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കൊല്ലപ്പെട്ട സ്മിനേഷിന്റെ മാലയും മോതിരവും ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകമാണെന്ന് പോലീസ് സംശയിച്ചതാണ്. ഒടുവിൽ കേസിന്റെ അന്വേഷണം സുഹൃത്ത് സനീഷിലേക്ക് എത്തുകയായിരുന്നു. മുനമ്പം സ്വദേശി മിനേഷിനെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെ കാർപോർച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതേ തുടർന്ന് സുഹൃത്ത് വന്നപ്പോഴാണ് മരണവിവരം പുറത്തറിയുന്നത്. തലയ്ക്ക് പിന്നിൽ അടിയേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത്. കൊല്ലപ്പെട്ട സ്മിനേഷിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മാലയും ഒരു മോതിരവും മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു. മോശമാണ് കൊലയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്തിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ചോദ്യം ചെയ്യലിൽ സനീഷ് കുറ്റം സമ്മതിച്ചു. സ്മിനേഷിന്റെ ശരീരത്തിലുള്ള സ്വർണം മോഷ്ടിക്കാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് കൊലപാതകം നടന്ന കുടുംബത്തിൽ സ്മിനേഷ് ഒറ്റയ്ക്കായിരുന്നു താമസം. ഒരു അധ്യാപികയായ സ്മിനേഷിന്റെ ഭാര്യ ഇരിങ്ങാലക്കുടയിലാണ് താമസിക്കുന്നത്. ആഴ്ചയിലൊക്കെ സ്മിനേഷ് ഇരിങ്ങാലക്കുടയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഭാര്യ കുടുംബത്തെ വീട്ടിലേക്ക് വരികയാണ് പതിവ്. പലപ്പോഴും സ്മിനേഷ് വഴക്കിലാണ് ജോലി കഴിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അടുത്തുതന്നെയുള്ള സഹോദരന്റെ വീട്ടിലാണ് കഴിയുന്നത്. ജോലി കഴിഞ്ഞ് പനവൂരിലെ സുഹൃത്തും പ്രജീഷിന്റെ വീട്ടിലെത്തിയ സ്മിനേഷ് വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് അവിടെ നിന്നും മുനമ്പത്തെ വീട്ടിലേക്ക് പോകുന്നത്. പിറ്റേന്ന് രാവിലെ പതിവായുള്ള ഫോൺ കോൾ കാണാത്തതിനെ തുടർന്ന് സുഹൃത്ത് സ്മിനേഷിന്റെ വീട്ടിലെത്തി. നോക്കിയപ്പോൾ മരിച്ച നിലയിലായിരുന്നു